ദുബായിലെ താമസക്കാർക്കും പ്രവാസികൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വമ്പൻ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് RTA. നഗരത്തിലെ ഗതാഗത ചെലവ് പകുതിയായി കുറയുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2026 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം വഴി ടാക്സി നിരക്കിൽ 50% ഇളവും പെയ്ഡ് പാർക്കിംഗിൽ നിന്ന് പൂർണ്ണമായ ഒഴിവാക്കലുമാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. നിത്യേന ടാക്സികളെ ആശ്രയിക്കുന്നവർക്കും വാഹന ഉടമകൾക്കും വലിയ സാമ്പത്തിക ആശ്വാസം നൽകുന്ന ഈ പദ്ധതി ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുകയെന്നും ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച താമസയോഗ്യമായ നഗരമാക്കി മാറ്റാനായുള്ള ഈ വിപ്ലവകരമായ മാറ്റത്തിന്റെ കൂടുതൽ കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കാം. രാജ്യത്തെ താമസക്കാർക്കും പ്രവാസികൾക്കും ആശ്വാസമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുത്ത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ടാക്സി നിരക്കിൽ 50% ഇളവും പൊതു പാർക്കിംഗ് ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. 2026 ഏപ്രിൽ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ദുബായിലെ ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനും എല്ലാവർക്കും തുല്യമായ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് ദുബായ് സർക്കാർ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവന്നത്. ഈ നിയമം വഴി പ്രധാനമായും ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ദുബായിയെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിഭാഗത്തിന് മുൻഗണന നൽകിയത്. കൂടാതെ സാമൂഹിക പരിപാടികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കും ഈ ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ യാത്രകൾക്കും മറ്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റുകൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കുമൊക്കെയായി ടാക്സികളെ ആശ്രയിക്കുന്നവർക്ക് ഈ ഇളവ് വലിയൊരു സാമ്പത്തിക സഹായമാകും. വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരിച്ച വാഹനങ്ങൾക്കും ഈ കുറഞ്ഞ നിരക്ക് ബാധകമായിരിക്കും. അതേസമയം പാർക്കിംഗ് ഫീസിലും ഇളവ് ലഭിക്കും. ഇതോടെ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കും ചില മുതിർന്ന പൗരന്മാർക്കും ദുബായിലെ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ സൗജന്യമായി വാഹനം പാർക്ക് ചെയ്യാം. ഇതിനായി സാമൂഹിക ക്ഷേമ വിഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നഗരത്തിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഫീസിനായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തടസ്സങ്ങളില്ലാത്ത നഗരം എന്ന ദുബായിയുടെ കാഴ്ചപ്പാടാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ. ഗതാഗത സൗകര്യങ്ങൾ നവീകരിക്കുക മാത്രമല്ല, അത് എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുക എന്നതും ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഒരു ഗതാഗത പരിഷ്കാരം എന്നതിൽ കൂടുതൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ദുബായ് സർക്കാരിന്റെ ഈ പുതിയ നടപടി ഒരു യാത്രാ ഇളവ് എന്നതിൽ ഉപരിയായിട്ട് മാനുഷിക മൂല്യങ്ങൾക്ക് നൽകുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ്. സാമ്പത്തികമായ ലാഭത്തോടൊപ്പം സമൂഹത്തിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കും. പാർക്കിംഗ് ഫീസിനായി വലിയ തുക മാറ്റിവെക്കേണ്ടി വരുന്നവർക്കും ചികിത്സാ ആവശ്യങ്ങൾക്കായി ടാക്സികളെ ആശ്രയിക്കുന്നവർക്കും ഈ പ്രഖ്യാപനം വലിയൊരു താങ്ങായിരിക്കും. ലോകോത്തര നിലവാരമുള്ള ഗതാഗത സൗകര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ദുബായ് വീണ്ടും മാതൃകയാവുകയാണ്. തടസ്സങ്ങളില്ലാത്ത യാത്രയും തുല്യനീതി ഉറപ്പാക്കുന്ന ഈ പുതിയ നിയമത്തെക്കുറിച്ച് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും വേണം. അപ്പോഴാണ് ഇതിന്റെ ഉപഭോക്താക്കൾക്ക് ഇത് പൂർണ്ണമായും ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി RTAയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ദുബായ് എപ്പോഴും അങ്ങനെയാണ്, മാറ്റത്തിന്റെ പാതയിലാണ് എല്ലായ്പ്പോഴും ദുബായ്. എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും ദുബായ് കൊണ്ടുവരാറുണ്ട്. പുതിയ പദ്ധതികൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, പ്രവാസികളെയും സ്വദേശികളെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ് ദുബായ് നഗരം. വലിയ താങ്ങും തണലുമാവുകയാണ് ദുബായിലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ. എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ശാരീരിക അവശതകളുള്ള ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെയുണ്ട്. അത്തരക്കാർക്ക് കുറച്ചുകൂടി പരിഗണന നൽകുകയും അവരെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളുകയും ചെയ്യുക എപ്പോഴും നല്ലതാണ്. എന്തായാലും ദുബായിയുടെ ഈ പ്രഖ്യാപനം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും നല്ലൊരു വിഭാഗത്തിന് അതിന്റെ ഫലം അനുഭവിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയൊക്കെ ചെയ്യുന്നതാണ്.